കോട്ടയം തിരുവാതിക്കൽ ഇരട്ടക്കൊലക്കേസ് പ്രതി അമിത് ഒറാങ്ങിനെ പോലീസ് ചോദ്യം ചെയ്യുകയാണ്. കോട്ടയത്ത് വെസ്റ്റ് പോലീസ് സ്റ്റേഷനിലാണ് ചോദ്യം ചെയ്യൽ. ജോസി ബാബു ചേരുന്നുണ്ട്. ജോസി, ചോദ്യം ചെയ്യൽ എങ്ങനെ നടക്കുന്നു? ഇതുമായി ബന്ധപ്പെട്ട് CBIയുടെ മകന്റെ കേസും കൂടിയുണ്ട്. അതുമായിട്ടൊക്കെയുള്ള ബന്ധത്തിന്റെ വിവരങ്ങൾ, മറ്റ് കാര്യങ്ങളൊക്കെ പുറത്തു വരുന്നുണ്ടോ? ധന്യ, ചോദ്യം ചെയ്യൽ 1 മണിക്കൂർ പൂർത്തിയായിട്ടുണ്ട്. അമിത് ഒറാങ്ങിനെ കോട്ടയം വെസ്റ്റ് പോലീസ് സ്റ്റേഷനിലാണ് ചോദ്യം ചെയ്യുന്നത്. പ്രധാന അന്വേഷണ ഉദ്യോഗസ്ഥനായ കോട്ടയം DYSP അനീഷ് KGയുടെ നേതൃത്വത്തിലാണ് ചോദ്യം ചെയ്യൽ. ദ്വിഭാഷിയുടെ സഹായത്തോടെയാണ് ഇപ്പോൾ പോലീസ് ഇയാളിൽ നിന്ന് വിവരങ്ങൾ തേടുന്നത്. പ്രാഥമികമായി ഇയാൾ മൊഴി നൽകിയതിൽ ഉറച്ചു നിൽക്കുകയാണ്. ആ മൊഴി ഇപ്രകാരമാണ്: 2 കാരണങ്ങളാണ് കൊല നടത്താൻ തന്നെ പ്രേരിപ്പിച്ചത് എന്നാണ് അമിത് ഒറാങ് പറയുന്നത്. ഒന്ന്, ഇയാളെ പോലീസ് കേസിൽ അറസ്റ്റ് ചെയ്യിപ്പിച്ചു. അതായത് വിജയകുമാറിൻ്റെ മൊബൈൽ മോഷണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇയാൾ അറസ്റ്റിലായി. അറസ്റ്റ് ചെയ്തതിൽ ഇയാൾക്ക് വിജയകുമാറിനോടും കുടുംബത്തോടും വൈരാഗ്യമുണ്ടായിരുന്നു. കൂടാതെ ഈ അറസ്റ്റിന് ശേഷം ഇയാളുടെ പെൺസുഹൃത്ത് ഇയാളെ ഉപേക്ഷിച്ച് പോവുകയും ചെയ്തു. ഈ 2 കാരണങ്ങളാണ് ഈ കുടുംബത്തോട് ശത്രുത ഉണ്ടാകാൻ കാരണം. ഇതുകൊണ്ട് തന്നെയാണ് ജയിലിൽ നിന്ന് ഇറങ്ങിയ ശേഷം ഇവരെ കൊലപ്പെടുത്താൻ തീരുമാനിച്ച് കൃത്യം നടപ്പിലാക്കിയതെന്നാണ് ഇയാൾ പോലീസിന് മൊഴി നൽകിയിരിക്കുന്നത്. കൃത്യമായ ആസൂത്രണത്തോടു കൂടിയായിരുന്നു ഇയാൾ ഈ കൃത്യം നിർവഹിച്ച്. അതുമായി ബന്ധപ്പെട്ട തെളിവുകൾ അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടുണ്ട്. കോട്ടയത്തെ ഒരു ലോഡ്ജിൽ താമസിച്ചുകൊണ്ടായിരുന്നു ഇയാൾ ഈ ആസൂത്രണം നടപ്പിലാക്കിയത്. എന്തായാലും ഇന്ന് പുലർച്ചെയാണ് തൃശ്ശൂർ ആലത്തൂരിൽ നിന്നും ഇയാൾ പിടിയിലാകുന്നത്. അവിടെ ഒരു കോഴി ഫാമിൽ സഹോദരൻ്റെ ജോലി ചെയ്യുന്ന സ്ഥലത്തെത്തിയപ്പോഴാണ് ഇയാളെ പിടികൂടിയത്. ഇയാളുടെ ഈ കേസുമായി ബന്ധപ്പെട്ട് സഹോദരനെയും അതോടൊപ്പം തന്നെ ഇയാളെ മുൻ കേസിൽ ജാമ്യത്തിലെടുത്ത 2 പേരെയും പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. ഇവരെയും ചോദ്യം ചെയ്തു വരികയാണ്. ഇവർക്ക് ഈ കേസുമായി എന്തെങ്കിലും തരത്തിലുള്ള ബന്ധമുണ്ടെങ്കിൽ ഇവരെ കൂടി ഈ കേസിൽ പ്രതി ചേർക്കുമെന്നാണ് പോലീസ് അറിയിച്ചിരിക്കുന്നത്. എന്തായാലും ചോദ്യം ചെയ്യൽ, വൈദ്യപരിശോധന അടക്കമുള്ള നടപടികൾ ഇന്ന് പൂർത്തിയാകും. നാളെ തെളിവെടുപ്പ് നടപടികളും പൂർത്തിയാക്കിയ ശേഷം കോടതിയിൽ ഹാജരാക്കുമെന്നാണ് അന്വേഷണ സംഘം ഇപ്പോൾ വ്യക്തമാക്കുന്നത്. എന്തായാലും ചോദ്യം ചെയ്യൽ ഇനിയും തുടരും. കോട്ടയം SP കൊച്ചിയിലാണ്. അദ്ദേഹം കോട്ടയത്ത് തിരിച്ചെത്തിയ ശേഷം SP ഷാഹുൽ ഹമീദിന്റെ നേതൃത്വത്തിലും ചോദ്യം ചെയ്യൽ നടക്കും. ധന്യ. ശരി.